ഇരിക്കു ഗോപു. പിന്നെ ദുബായിൽ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമ്മളെ റൂമിലൊക്കെ പോവാറുണ്ടോ? ഏത് റൂം? ഏത് റൂമാ? നമ്മ കരാമേലുള്ള റൂം. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? നീ മറന്നല്ലേ? ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തൊക്കെ ഇടണോന്ന്? അയ്യോ, ഞാൻ മറന്നുപോയി. മറന്നുപോയാ? എന്താ ഗോപു ഒരു വെപ്രാളം പോലെ? എല്ലാരും വന്നാ? അണ്ണാ ഗോപു, എല്ലാരും പരിചയപ്പെട്ടോ? പെട്ടു. അയ്യോ, ഇങ്ങനെയല്ല, ഇനിയാണ് പെടണത്. എല്ലാരും പരിചയപ്പെടണം. രാമ, നിനക്ക് ഇങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോടൊരു വാക്ക് പറയണ്ടായിരുന്നോ? അണ്ണാ ക്ഷമി അണ്ണ, ഇപ്പൊ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ എല്ലായിടത്തും കൂടെ ഒരു കാര്യം പറയാൻ പോയാണ്. ഗോപുവിന് അത് ഒരുപാട് ലീവ് ഒന്നുമില്ല. അതുകൊണ്ട് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. എത്ര പെട്ടെന്ന്? നാളെ. അച്ഛനും അമ്മയൊക്കെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരിന്ന് വൈകുന്നേരത്തോടെ ഇങ്ങെത്തും. ഞെട്ടിയല്ലേ? ഞെട്ടും, എനിക്കറിയാം. നീ എന്തോടെ നിങ്ങളെ പറ്റിയൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത്? പൊട്ടന്മാരാന്നോ? എന്റെ ചേട്ടത്തി ഇത് പൊട്ടത്തരൊന്നും അല്ല. ഞാൻ ചേട്ടത്തി ഇത് കാര്യമായിട്ട് പറയണം. നമുക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് നടത്താം. എന്ത് പറയണം? എല്ലാരും ഓക്കെ അല്ലേ? അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ പോവല്ലേ, നീ വാ, ഇവിടെ അല്ലേ. പറയോ, എന്താണ് പറയാനുള്ളത്? ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം. മുഹൂർത്തം എത്ര മണിക്കെന്നല്ലേ? മുഹൂർത്തം 10-നും 10:30 ആയിരിക്കും. അയ്യോ, അതല്ല പറയാനുണ്ട്. അതെ, ആക്ച്വലി ഞാനും ചിന്നും കൂടി പ്ലാൻ ചെയ്ത ഒരു ഗെയിം ആയിരുന്നു. ഞങ്ങള് ഒരുമിച്ച് പഠിച്ചവരാ, ക്ലാസ്മേറ്റ്സ് ആണല്ലേ. അപ്പൊ അവളുടെ ആദ്യത്തെ കല്യാണം അങ്ങ് ഫ്ലോപ്പ് ആയി പോയില്ലേ. അപ്പൊ ഇവള് രണ്ടാമത്തെ കല്യാണക്കാരി എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത്, കാരണം ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാനായിട്ട് എന്റെ ബുദ്ധി തോന്നിയ ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷേ ഇല്ലേ, നിങ്ങൾ രണ്ടുപേരും പ്ലീസ് ഈ കാര്യം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ലാസ്റ്റ് ഇവള് പറഞ്ഞെന്താ അറിയോ? എന്റെ പേരില് റാം വഴക്കിട്ട് പോയി കഴിഞ്ഞാ റാമിന് നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടുമല്ലോ, റാം അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്നാണ് അവള് പറഞ്ഞത്. അത്ര സ്നേഹമുണ്ട് റാമിന്റെ അടുത്ത്. അപ്പൊ നാടകമായിരുന്നല്ലേ? കണ്ടാമണി, ഞാൻ പറഞ്ഞില്ലേ രാമൻ പാവമാണ്, അവൻ നല്ലവനാണ്. എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു, നീ കേട്ടില്ല. അതെ, എങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലായി കേട്ടാ. എങ്ങനെ? നീ എന്റെ അടുത്തൊന്നും ചോദിക്കല്ലേ? ഞാൻ മനസ്സിലാക്കാൻ തോന്നിരിക്കണം. ഈ ഗോപി കേട്ടിരിക്കണ പൊട്ടാര് നിങ്ങളെല്ലാരും നോക്ക്. പൊട്ടൊക്കെ പോട്ട്. ഈ ലെറ്റർ കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു, ഒരു ലെറ്റർ എനിക്ക് ഗോപി തന്നിരുന്നു. എങ്ങനെ കണ്ടുപിടിച്ചു? ഇതിലെ കയ്യേശ്വരം ആരാ? ആരാ കയ്യേശ്വരം? ചളമായാടാ. കൊച്ചോ പറയായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നിന്റെ കരച്ചിൽ കണ്ടപ്പോ ഒട്ടണം വെച്ച് തരാനാ തോന്നിയത്. ഇത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ്. രവിയണ്ണനുണ്ടല്ലോ, അറ്റാക്ക് വന്ന് ചത്തേനെ. ഇപ്പൊ ഭയങ്കര നാച്ചുറാലിറ്റി ആയിരുന്നു. നീ ഇപ്പോഴും ഈ പൊട്ടാണോ വയ്ക്കുന്നത്? കൊള്ളാമോ? നോക്കട്ടെ. നിനക്ക് ഈ പൊട്ടാ ചേരുന്ന ചെറിയ പൊട്ട്. എടാ, വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ആ പാവം മനുഷ്യന് ഇങ്ങനെ ഇട്ട് വട്ടാക്കണോ? നമുക്കിതങ്ങ് പൊട്ടിച്ചുകൂടെ ഇവിടെ? എടി, എങ്ങാനും എന്റെ അടുത്ത് ദേഷ്യം തോന്നി പോവാണെങ്കിലേ പോട്ടെ, ഞാൻ രണ്ടാം കെട്ടല്ലേ. രക്ഷപ്പെടണെങ്കിലേ രക്ഷപ്പെടട്ടെ. എടീ, നീ കൊച്ചു പ്രായത്തിലെ നിന്റെ ബുക്കുകൾ ചോദിച്ചാണ് ഞാൻ. എനിക്ക് അറിഞ്ഞൂടെ ഇതിന്റെ കയ്യക്ഷരം എങ്ങനെ ഇരിക്കണം. എന്റെ അടുത്ത് തന്നെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ഇതാണോ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയണേ? അല്ല, എല്ലാ പെണ്ണുങ്ങളുടെയും ബുദ്ധി ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. ചിലത് ഭയങ്കര ബുദ്ധിയുള്ളവരെ. ഇവളല്ലാതെ ബാക്കി എല്ലാരും ബുദ്ധിയുള്ളവരാ. പ്രത്യേകിച്ച് ചിന്നുവിന് ഭയങ്കര ബുദ്ധിയാ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.